Assalamu alaikum. Hello dear students. So in this chapter we were learned about the digestion process. We were detailedly learned about the digestion process. Digestion process ne kurichana nammal ee chapter il padichadu. So nammal evade thinkukana what is the travel of our food, where it reaches, evade etti adayathu nammade small intestine il etti nikkuvanalle. Small intestine il endu nadandondirikka, avade absorption nadandondirikku alle. So small intestine il oru structure undu, adinte perana villi. Okay, so what is നിങ്ങൾ 7th ലൊക്കെ പഠിച്ചിട്ടുണ്ട് villi എന്ന് പറയുന്ന സ്ട്രക്ചർ. villi എന്ന് പറയുന്നത് small finger like projections ആണ് present in the small intestine. Okay, villi are small finger like projection. വിരലുകൾ പോലിരിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് small finger like projection. Okay, this is the small finger like projection present in the small intestine. അപ്പോൾ ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് വില്ലി? വില്ലി ഹെൽപ്സ് ടു ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. വില്ലി ഇൻക്രീസസ് എന്ത് ചെയ്യുന്നു? ഇത് ഫുഡിനെ അബ്സോർബ് ചെയ്യാനുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ പ്രതല ആ ഒരു ഏരിയനെ എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ആരാണ്? വില്ലി. വില്ലി ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. What is the function of villi? The villi increases the surface area for absorption. Okay, so villi എന്ന് പറയുന്നത് എന്താണ്? സ്മാൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. പിന്നീട് വില്ലിയിൽ എന്തൊക്കെയുണ്ട്? Okay, so the absorption of simple nutrients begin in the small intestine. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യുന്നു? ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നു. ദ പ്രോസസ് ഓഫ് ഡൈജഷൻ കംപ്ലീറ്റഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ സ്റ്റാർട്ട്. അതിൻ്റെ ആഗിരണം, ഫുഡിൻ്റെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റഡ് ആവുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, എവിടെയാണ് ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റഡ് ആവുന്നത്? ദ ഡൈജഷൻ പ്രോസസ് ഓഫ് ഫുഡ് ഇസ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എന്ത് കംപ്ലീറ്റഡ് ആവുന്നത്? ഈ ഫുഡിൻ്റെ ഡൈജഷൻ പ്രോസസ്സ്. ആൻഡ് absorption begins from the small intestine. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം? ഫുഡിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? The absorption of food is start from the small intestine. Okay, so there are finger like projections are there, that is called villi, and villi helps to increases the surface area for absorption. Okay, and പിന്നീട് എന്താണ്? വില്ലിയിൽ എന്തുകൊണ്ട്? വില്ലി ആർ കവേർഡ് വിത്ത് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒരുപാട് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഉണ്ട്. പിന്നീട് ദേ ആൾസോ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ്. നിങ്ങൾക്ക് അതിനകത്ത് പിക്ചർ ഉണ്ട്, നോക്കിയാൽ അറിയാൻ പറ്റും. ബ്ലഡ് കാപ്പിലറീസും ലാക്ടിയൽസും ഒക്കെ ഉണ്ട് അല്ലേ? ബ്ലഡ് കാപ്പിലറീസ് അല്ലേ? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. പിന്നീട് എന്താ ഉണ്ട്? ലിംഫ് കാപ്പിലറീസ് ഉണ്ട്, ലാക്ടിയൽസ് ഉണ്ട്. ഓക്കെ, സോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെയുണ്ട്? വില്ലി ഉണ്ട്. വില്ലിയിൽ എന്തൊക്കെയുണ്ട്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. പിന്നീട് എന്താണ്? ലിംഫ് ഉണ്ട് അല്ലേ? ലിംഫ് കാപ്പിലറീസ് ഉണ്ട്. പിന്നീട് ലാക്ടിയൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉള്ളത്. അപ്പം എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് വാട്ടർ സോല്യൂബിൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിലേക്ക് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവിടെ അബ്സോർപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഫുഡ് ഡൈജസ്റ്റഡ് ആയി കഴിഞ്ഞു. ഡൈജസ്റ്റഡ് ആയ ഫുഡിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അബ്സോർബ് ചെയ്യണം. നമ്മുടെ ബ്ലഡിലോട്ട് എന്ത് ചെയ്യുന്നു? ആ ഫുഡിനെ നമ്മൾ അബ്സോർബ് ചെയ്യണം. നമുക്ക് ന്യൂട്രിയൻസ് വേണ്ടേ? അപ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ബ്ലഡിലോട്ടാണ് പോകുന്നത്. സോ ദ അബ്സോർപ്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ദ ഡൈജഷൻ പ്രോസസ്, ദ digestive process end at small intestine, and the absorption process starts at small intestine. Okay, and behind absorption there are so many absorption process. ഒരുപാട് absorption process ഉണ്ട്. So we are going to learn about behind absorption. എങ്ങനെയൊക്കെയാണ് absorption? നമ്മൾ we learned about the absorption start from the small intestine. absorption എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന്. ആൻഡ് എന്താണ്? there are so many process behind it. അബ്സോർപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അബ്സോർപ്ഷൻ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ അബ്സോർപ്ഷൻ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ എന്തൊക്കെയാണ് അബ്സോർപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? മെയിൻലി ഡിഫ്യൂഷൻ. The processes are diffusion. Okay, what are the process? The processes are diffusion, then facilitated diffusion. So what are the absorption process? We were discussed about the different absorption process that takes place in the small intestine. So first of all we learned about we are going to learn about the diffusion and facilitated diffusion, then osmosis. The last one is active transport.
Okay, so what are the different processes of absorption that takes place in the small intestine? The different processes are diffusion, facilitated diffusion, osmosis and active transport are the different processes that takes place in the small intestine. അല്ലേ, ഫുഡിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. അപ്പം നമുക്ക് വി ആർ ഗോയിങ് ടു ലേൺ ഈച്ച് വൺ ഡീപ്ലി. നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ഓക്കെ, so the first absorption process is diffusion. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? So in chemistry you were learned about what is diffusion അല്ലേ? കെമിസ്ട്രി പരമായിട്ട് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? സ്പോണ്ടേനിയസ് മിക്സിങ്, എയറിൽ എന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾസ് സ്പോണ്ടേനിയസ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ. വി നോ ദാറ്റ് എന്താണ്? ദ ഇൻസെൻസ് സ്റ്റിക്ക് അല്ലേ? ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ ചെയ്യുമ്പോൾ, ചന്ദനത്തിരി കത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദ സ്മെൽ ഓഫ് ദിസ് ഇൻസെൻസ് സ്റ്റിക്ക് സ്പ്രെഡ് ഇൻ ദ എയറിൽ സ്പ്രെഡ് ചെയ്യുന്നു. അതൊക്കെ എന്താണ്? ഡിഫ്യൂഷൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് അല്ലേ? സോ അത് കെമിസ്ട്രിയിൽ ഇൻ 8th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി വി ലേൺഡ് അബൌട്ട് ദാറ്റ്. സോ ഇൻ ബയോളജിക്കലി നമ്മൾ ഡിഫ്യൂഷൻ പറയുമ്പോൾ അബ്സോർപ്ഷൻ പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു കോൺസെൻട്രേഷൻ വി explain this as in the case of concentration gradient. ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഗാഢതാക്രമം. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്? ഇറ്റ് ഈസ് ദ എന്താണ്? ഗാഢതാക്രമം എന്ന് പറയും കേട്ടോ. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ ബയോളജിക്കലി നമ്മൾ പറയുമ്പം വി ഡിപ്പെൻഡ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വെച്ച് നമ്മൾ പറയുന്നത്? സോ ഡിഫ്യൂഷൻ, എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസ് എങ്ങോട്ട് പോകുന്നു? ലോവർ കോൺസെൻട്രേഷനിലേക്ക് അല്ലേ? സോ ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ, the molecules goes to the lower concentration. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസ് എങ്ങോട്ടാണ് പോകുന്നത്? ലോവർ കോൺസെൻട്രേഷനിലോട്ട്. ഓക്കെ, സോ എന്താണ്? ഇവിടെ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഇല്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ ഓർ നോട്ട്, ദ മോളിക്യൂൾസ് ഗോസ് ടു ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പം നമുക്കൊരു ഇമേജ് വെച്ചിട്ട് പറയാം. ഓക്കെ, സോ എന്താണ്? ഇപ്പോൾ മോളിക്യൂൾസ് ആണ് അല്ലേ? മോളിക്യൂൾസ് എന്ന് പറയുമ്പം നമ്മുടെ ഫുഡിലുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദ ഹയർ കോൺസെൻട്രേഷൻ പ്ലേസ്. ഓക്കെ, സോ ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ദ മോളിക്യൂൾസ് മൂവ്സ് ടു ദ ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ എങ്ങോട്ട് പോകുന്നു? മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫുഡിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്നു? ഇറ്റ് ഗോസ് ടു ദ ലോവർ കോൺസെൻട്രേഷൻ. ലോവർ കോൺസെൻട്രേഷനിൽ പോകുന്നു ആൻഡ് ഇറ്റ് ബിക്കംസ് ഈക്വൽ. ഫൈനലി ഇറ്റ് ബിക്കംസ് വാട്ട്? ഫൈനലി ഇറ്റ് ബിക്കംസ് ഈക്വൽ. ഈക്വലായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ ഈക്വലായിട്ട് മാറുന്നത് വരെ എന്ത് ചെയ്യുന്നു? അല്ലേ? അപ്പം ദ മോളിക്യൂൾസ് ഗോസ് ടു ദ ഹയർ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ദ മോളിക്യൂൾ ഗോസ് ടു ദ ഹയർ കോൺസെൻട്രേഷൻ. ഓക്കെ, ടു ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നു ആൻഡ് ദ മോളിക്യൂൾസ് ബിക്കം ഈക്വൽ ഇൻ ടു സൈഡ്സ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് ഈക്വൽ ആവുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫ്യൂഷൻ. So this is the diffusion. അവിടെ എന്താണ്? ഇവിടെ നമ്മൾക്ക് we can see that there is a semi permeable membrane. ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ട്. ഇൻ ഡിഫ്യൂഷൻ എന്താണ്? ഡിഫ്യൂഷനിൽ എന്താണ്? സെമി പെർമിബിൾ ചില ഡിഫ്യൂഷൻസിൽ എന്താ ഉണ്ട്? സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ ദ മോളിക്യൂൾസ് മൂവ്സ് ടു ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആൻഡ് ദ മോളിക്യൂൾസ് ഇൻ ദ ടു സൈഡ്സ് ബിക്കം ഈക്വൽ. രണ്ട് സൈഡിലും എന്തായിട്ട് മാറുന്നു? ഈക്വൽ ആയിട്ട് മാറുന്നു ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. And this process is called what? This process is called diffusion. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? The smell of fruits and the smell of incense stick spread on the air due to the process of diffusion. Diffusion എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ എക്സാമ്പിൾ എന്താണ്? ദ ഡിഫ്യൂഷൻ. ഓക്കെ, സോ ദ ഡിഫ്യൂഷൻ ഓഫ് സം മോളിക്യൂൾസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ്? അപ്പം ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് പോകുന്നു. അതായത് അത് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ്
we learned about the absorption of fatty acid. The absorption of fatty acid and glycerol to lacteal takes place by simple diffusion. Okay, so what is the example of the diffusion process? The absorption of fatty acid and glycerol. എന്തിൻ്റെയൊക്കെയാണ് absorption? The absorption of fatty acid and glycerol to lacteal. ലാക്റ്റിയലിലേക്ക് എന്തിൻ്റെ അബ്സോർപ്ഷൻ? ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും. ഓക്കെ, സോ ദ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ദ ലാക്റ്റിയൽ ടേക്സ് പ്ലേസ് ബൈ ദ പ്രോസസ് ഓഫ് വാട്ട്? ഡിഫ്യൂഷൻ. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്, ദ പ്രോസസ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ലാക്റ്റിയൽ ടേക്സ് പ്ലേസ് ബൈ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ. സോ നമ്മൾ സെക്കൻഡ് ആയിട്ട് പറഞ്ഞു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ ദ സെക്കൻഡ് പ്രോസസ് ഈസ് ഫെസിലിറ്റേറ്റഡ് diffusion. So what is facilitated diffusion? This is an absorption process also. So what is facilitated diffusion? If the diffusion takes place with the help of protein ന്റെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? facilitated diffusion. So the diffusion of some molecules takes place with the help of some protein molecules present in the cell membrane. That is the facilitated diffusion. So what is the example for the facilitated diffusion? The absorption of glucose, fructose and galactose and some amino acids into the blood capillaries takes place with the help of this facilitated diffusion. Okay, so first of all we learned about diffusion. So what is the example for the diffusion? The absorption of fatty acid and glycerol to lacteal takes place with the help with the process. What is that process? The process named diffusion, and like that the absorption of glucose, fructose and galactose and amino acids. അമിനോ ആസിഡ്സിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയൊക്കെ ഗാലക്ടോസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ എങ്ങനെയാണ്? ഇൻ ടു ദ ബ്ലഡ് കാപ്പിലറീസ്. മറ്റേത് ലാക്റ്റിയൽസിലോട്ടാണ്. സോ ദിസ് അബ്സോർപ്ഷൻ ഈസ് ടു ദ ബ്ലഡ് കാപ്പിലറീസ്. ദ ബ്ലഡ് capillaries and lacteals are present where? The blood capillaries and lacteals present in the small intestine. So the absorption of glucose, fructose, galactose and some amino acids എന്താണ് to the എന്താണ് എവിടേക്കാണ്? ലാക്റ്റിയൽസിലോട്ടാണോ? അല്ല, ബ്ലഡ് കാപ്പിലറീസിലോട്ട് അല്ലേ? ബ്ലഡ് കാപ്പിലറീസിലുള്ള എന്താണ് ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ വാട്ട് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ദ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഡിഫ്യൂഷൻസ് ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ് ഈസ് ദ ഓസ്മോസിസ്. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രോസസ്? Osmosis. Okay, osmosis. എന്താണ്? What is osmosis? What is the process of osmosis? Osmosis takes place in water molecule. Water molecule ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വാട്ടർ മോളിക്യൂൾ. So in the food we know that the water molecule are present and the absorption of water molecule takes place with the help of osmosis. Okay, osmosis ന്റെ സഹായത്തോടു കൂടിയാണ് വാട്ടർ മോളിക്യൂൾസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. So what is osmosis? Absorption of water takes place by osmosis. Osmosis is the movement of water molecules from the higher concentration to the lower concentration. Higher concentration ൽ നിന്ന് lower concentration ലുള്ള water molecules ന്റെ movement ആണ് അല്ലേ? And region of lower concentration through a semi-permeable membrane. And through this happens the concentration gradient. This is applicable only to water molecule. ഇത് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ മാത്രമുള്ളതാണ്. ഇപ്പം എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടർ മോളിക്യൂൾസ് പോകുന്നു. സോ ഇറ്റ് ഈസ് only applicable in the case of water molecule. So what is the process of osmosis? Osmosis is the movement of water molecules only. We know that in there is water molecule. So what happens there? The process of the movement of water molecules from the higher concentration to the lower concentration. Higher concentration ൽ നിന്ന് lower concentration ലേക്ക് എന്ത് ചെയ്യുന്നു? molecules pass ചെയ്യുന്നു. Okay, so from the region of higher concentration to a lower concentration through a semi-permeable membrane. നമ്മൾ പഠിച്ച പ്രോസസ്സിലൊക്കെ എന്താണ്? ഡിഫ്യൂഷനിൽ there is semi-permeable ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. It's not a problem. ഇത് അതൊരു necessity അല്ല. But in osmosis, the osmosis takes place through a semi-permeable membrane. ഒരു semi-permeable membrane വഴിയാണ്. Through the semi-permeable membrane the process of osmosis takes place and it is applicable only in the case of water molecule. Water moleculeന്റെ കേസിൽ മാത്രം applicable ആയിട്ടുള്ള ഒന്നാണ് osmosis എന്ന് പറയുന്നത്. Then active transport, the last process in the absorption is the active
transport. So what is active transport? എന്താണ് active transport? So in the above process we learned that the concentration gradient is that from the higher concentration to lower concentration. Higher concentration നിന്നും lower concentration ലോട്ട്. But in some instance absorption takes place against the concentration gradient. ഒരു ഗാഢതാക്രമം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? Lower higher concentration to the lower concentration. But in active transport it is against the concentration gradient. Okay, so ഇത് lower from the lower concentration, the molecules goes to lower concentration. Okay, from lower concentration to higher concentration. From lower concentration to what? From lower concentration to higher concentration. Okay, so there are certain condition is also that. So that molecules are absorbed from a region of lower concentration and to a region of higher concentration by utilizing energy and with the help of carrier proteins. ഇവിടെ എന്തിൻ്റെയൊക്കെ സഹായം ഉണ്ട്? So എന്താണ് ഇവിടെ ഒരു എനർജി വേണം. So here we want energy plus എന്താണ് എനർജി വേണം, അതുപോലെ തന്നെ എന്താണ് എനർജിയും ഉണ്ട്, അതുപോലെ എന്ത് വേണം ഈ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ കാരിയർ പ്രോട്ടീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാഹക പ്രോട്ടീനുകൾ കേട്ടോ. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. സോ എന്താണ് ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ടേക്സ് പ്ലേസ് ദ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ആൻഡ് ദർ നീഡ്സ് ദ എനർജി ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ് ഇറ്റ് ടേക്സ് പ്ലേസ്. കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടിയും എനർജിയുടെ സഹായത്തോടു കൂടിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആൻഡ് കാരിയർ പ്രോട്ടീൻസ് ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഒരു ഗാഢതാക്രമത്തിന് എതിരായിട്ടാണ്. ഓക്കെ, സോ ഫ്രം ദ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. Okay, when the concentration of glucose, salt etc. decrease in the small intestine, അതായത് ഗ്ലൂക്കോസിൻ്റെയും സോൾട്ടിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുമ്പോഴെന്താണ് അവിടെ നടക്കുന്നത്? ഏത് പ്രോസസ്സാണ്? ദ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ സാൾട്ടിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു വരുമ്പം ഏത് വിച്ച് പ്രോസസ് ദ ടേക്സ് പ്ലേസ്? ദ പ്രോസസ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് അവിടെ നടക്കുന്നത്. സോ ഇറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ് ആൻഡ് ഇറ്റ് നീഡ്സ് എനർജി ടു ടേക്സ് പ്ലേസ്. എനർജിയും വേണം, അതുപോലെ തന്നെ കാരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഗ്ലൂക്കോസിൻ്റെയൊക്കെ അല്ലേ? സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ്, സാൾട്ട്സ് എക്സെട്രാ ഡിക്രീസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഗ്ലൂക്കോസിൻ്റെയും അതുപോലെ തന്നെ എന്തിൻ്റെയാണ് പിന്നെ സോൾട്ടിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുമ്പം ഏത് പ്രോസസ്സാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വാട്ട് ഈസ് ദാറ്റ് പ്രോസസ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ നമ്മൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷനിലോട്ട്. സോ വി ആർ ഗോയിങ് ടു ലേൺ ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് വി ഓൾസോ ലേൺ അബൌട്ട് ദ ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്? ഏതൊക്കെയായിരുന്നു? ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ദെൻ എന്താണ് ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അബ്സോർപ്ഷൻ. ഓക്കെ, സോ ഇനി നമ്മൾ ഫുഡ് എവിടോട്ട് പോകുന്നു? ദ ഫുഡ് പാസസ് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. So food goes to where? The food finally goes to large intestine. ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. എന്നിട്ട് എന്താണ് അവിടെ? ദ മേജർ പോർഷൻ ഓഫ് ദ സോൾട്ട് ആൻഡ് വാട്ടർ ലെഫ്റ്റ് ആഫ്റ്റർ അബ്സോർപ്ഷൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അബ്സോർബ്ഡ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സോൾട്ടും അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ വാട്ടറും ഒക്കെ എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷന് ശേഷം എങ്ങോട്ട് പോകുന്നു? ബാക്കിയുള്ള വേസ്റ്റസ് ഒക്കെ എങ്ങോട്ട് പോകുന്നു? സോൾട്ടും വാട്ടറും വേസ്റ്റസും ഒക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോയിട്ട് ആ വേസ്റ്റ് ഫ്രം ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ദ വേസ്റ്റ് എന്താണ് the waste expelled out through the rectum and anus. രക്തത്തിലൂടെയും ഏനസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റ് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, സോ അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷനിൽ പിന്നീട് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് ഡൈജഷൻ പ്രോസസ് ആവുന്നു. ദ അബ്സോർപ്ഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള സോൾട്ടും വാട്ടറും ഒക്കെ എങ്ങോട്ട് പോകുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. ഫൈനലി ദ വേസ്റ്റസ് എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റസുകൾ എങ്ങോട്ടാണ് പോകുന്നത്? സബ്സിക്വൻ്റ്ലി ദ ഡൈജസ്റ്റീവ് വേസ്റ്റസ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം. രക്തത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ആ ഡൈജസ്റ്റീവ് വേസ്റ്റസ് ഏനസ് വഴി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ദിസ് ഈസ് ദ ഡൈജഷൻ പ്രോസസ്. ഇത്രയാണ് ദിസ് ഈസ് ദ ഡൈജഷൻ പ്രോസസ് ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡൈജഷൻ പ്രോസസ്. സോ ദ ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നു. ആൻഡ് ദ വേസ്റ്റസ് ദാറ്റ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം പാസസ് ത്രൂ ദ ഏനസ് ആൻഡ് ഇറ്റ് എക്സ്പെൽഡ് ഔട്ട്. അല്ലേ? അതായത് രക്തത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എന്താണ് വേസ്റ്റസ് ഏതിലേക്കൂടെ? ത്രൂ ദ ഏനസ് ഇറ്റ് എക്സ്പെൽഡ് ഔട്ട്. ഏനസിലൂടെ പുറത്തേക്ക് പോകുന്നു.
ഓക്കെ, നമ്മൾ പിന്നീട് ഫുഡിൽ ദർ ആർ സർട്ടൻ ഹെൽത്തി ടിപ്സ് വൈൽ ഈറ്റിംഗ് ദ ഫുഡ് ഈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ വാട്ട് ആർ ദ ഹെൽത്തി ടിപ്സ്? സോ വി ഈറ്റ് മോർ ഫൈബർ കണ്ടൻറ്റ് ഫുഡ്. വി ഈറ്റ് ദ ഫുഡ് വിച്ച് ഈസ് റിച്ച് ഇൻ ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഫുഡ് നമ്മൾ ധാരാളം കഴിക്കുക. ദെൻ അവോയ്ഡ് ഫുഡ് ആൻഡ് ജങ്ക് ഫുഡും പാക്കറ്റ് ഫുഡ് അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ എന്താണ് ഫാസ്റ്റ് ഫുഡ്. വി അവോയ്ഡ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് ജങ്ക് ഫുഡ്. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യുക. വി അവോയ്ഡ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് ജങ്ക് ഫുഡ്. ദെൻ ഹെൽത്ത് മാറ്റേഴ്സ് മോർ ദാൻ ടേസ്റ്റുള്ള ഭക്ഷണത്തിൽ ഉപരി നമ്മൾ എന്ത് ചെയ്യുക? ഹെൽത്തി. വി ഈറ്റ് മോർ ഹെൽത്തി ഫുഡ് ദാൻ ദ ടേസ്റ്റി ഫുഡിനേക്കാളും ഇതുപോലെ ലേസ് അല്ലെങ്കിൽ ബിങ്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് ഫുഡ്സില്ലേ, സോ ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് പോയിസൺസ് അല്ലെങ്കിൽ എന്താണ് അതിലൊക്കെ ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ട്. സോ വി അവോയ്ഡ് ദാറ്റ് ആൻഡ് വി ഈറ്റ് മോർ ഹെൽത്തി ഫുഡ്സ് ആൻഡ് ഫൈബർ ഫുഡ്സ് കഴിക്കുക. സോ ദിസ് ഫൈബർ ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ പ്രോസസ്. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് എന്താണ് ഈസി എന്താണ് ഡിഫിക്കേഷൻ ഫൈബർ ഫുഡ് കഴിച്ചാൽ എന്താണ് നമ്മുടെ വേസ്റ്റസ് ഒക്കെ പുറത്തു പോകുന്നതിന് ഇത് എന്ത് ചെയ്യുന്നു? ഡിഫിക്കേഷൻ പ്രോസസ്സിൽ ഇറ്റ് ഹെൽപ്സ് മോർ. സോ വി ഈറ്റ് മോർ ഹെൽത്തി ഫുഡ് കഴിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ ദ നെക്സ്റ്റ് ചാപ്റ്റർ, the third chapter. Now we can wind up. Thank you.